ഹായ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെ ബഹറിലെ സൽമാബാദ് എന്ന സ്ഥലത്താണ്. സൽമാബാദത്തെ കാഴ്ചകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കാണ്, നമ്മളെ പന്തളത്തുകാരനായ സജീഷ് പന്തളം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരനും അല്ലാത്ത അദ്ദേഹം, വെറും വർക്ക്ഷോപ്പിൽ ഒരു മെക്കാനിക്കായ ഒരു അദ്ദേഹം കൊറോണ കാലത്ത് ഒട്ടനവധി കലാപരമായ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് അതിന്ന് ഒരുപാട് ഐറ്റംസ്, ലീഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഐറ്റം പുറമെ ഒരുപാട് അനവധി കലാപരമായ കാര്യങ്ങൾ ചെയ്തിട്ട് ബഹറിൽ പ്രശസ്തി ആർജിച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. ഇതാണ് നമ്മളെ സജീഷ് പന്തളം. ഞാനിപ്പോൾ പറഞ്ഞത് അതിശയോക്തി അല്ലാന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാവും. ലീഫ് ആർട്ട്, അതിലുള്ള മാരകമായ ലീഫ് ആർട്ടുകളാണ്. ഇദ്ദേഹം പ്രശസ്തിയാവുന്നതെന്ന് പറഞ്ഞാൽ, പുതുതായിട്ട് വന്ന കേരള മന്ത്രിസഭ, പിണറായി വിജയൻ സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെയും എല്ലാ മന്ത്രിമാരെയും പിണറായി വിജയൻ സാറിൻ്റെയും ലീഫ് ആർട്ടിൽ വരച്ച്, അത് 3 ദിവസം കൊണ്ട് ലീഫ് ആർട്ടിൽ വരച്ച് ചരിത്രം തിരുത്തി കുറിച്ചാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരിൽ ഒരുപാട് പേര് അദ്ദേഹത്തിനെ വിളിച്ച് പ്രശംസിക്കുകയും ചെയ്ത്, അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. ഞാൻ പറയുന്നത് ഒരു അതിശയോക്തിയല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ പുതിയ നിയമസഭ മന്ത്രിസഭയോട് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മന്ത്രിമാരും പുതിയ മന്ത്രിമാരും പിന്നെ അവർ നല്ല ഭരണം കാഴ്ചവെക്കും എന്നുള്ള ഒരു ഇഷ്ടം കൂടി കണക്കാക്കിക്കൊണ്ടാണ് എല്ലാ മന്ത്രിമാരെയും ലീഫ് ആർട്ടിൽ ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നിൽ വരികയും, പിന്നെ അത് ഞാൻ ഒരു 3 ദിവസം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് ഏകദേശം നമ്മുടെ മുഖ്യമന്ത്രി ഒരു പണി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏകദേശം 17-ാം തീയതിയാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്, മന്ത്രിമാരെല്ലാം പുതുമുഖം എന്നുള്ളത്. പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നത് ഒരു 20-ാം തീയതി സത്യപ്രതിജ്ഞയും കൂടെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് കിട്ടിയത് 3 ദിവസമാണ്. 21 മന്ത്രിമാരെയും 2 സ്പീക്കർമാരെയും ചെയ്യേണ്ടതായിട്ടും വന്ന്, അത് പിന്നെ കുറച്ച് ഉറക്കമൊക്കെ കളഞ്ഞിരുന്നിട്ട് അങ്ങനെ ചെയ്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല ഗുണമുണ്ടായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് കേരള മന്ത്രിസഭയിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും, പിന്നെ കൈരളി ചാനലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും, പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വരികയൊക്കെ ചെയ്ത്, പിന്നെ ചിഞ്ചുറാണി മേഡമൊക്കെ പോസ്റ്റ് ചെയ്യുകയും, പിന്നെ 2-3 മന്ത്രിമാരത് പോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറ്, അത് ഞങ്ങളുടെ MLA യും കൂടെയാണ്, അദ്ദേഹം വിളിച്ച് അഭിനന്ദനം അറിയിപ്പിച്ചു. പിന്നെ ഇതേപോലെ കുമ്മനം രാജശേഖര സാറിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രധാനമന്ത്രി, കോൺഗ്രസ് നേതാക്കന്മാർ, അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരെയും ലീഫ് ആർട്ടിൽ ചെയ്തു. പക്ഷേ സിനിമാ താരങ്ങളെ കുറവാണ് ചെയ്തിട്ടുള്ളത്. ലീഫ് ആർട്ട് ചെയ്യുന്നതിൻ്റെ ടൂൾസുകളാണിത്. വിവിധ തരത്തിലുള്ള ബ്ലേഡുകളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ചെയ്യുന്നത് ആലില എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. പച്ചിലയിലും ചെയ്യാൻ പറ്റും. പച്ചില ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് ചെയ്യാം. പിന്നെ ഇത് കുറച്ചുകൂടെ സൂക്ഷ്മത ചെയ്യണം. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ ഇടുന്നുണ്ട്. അത് കാരണം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലീഫ് ആർട്ട് ചെയ്യിപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലവർക്കെന്നുള്ള ഒരു സംശയമാണ്, ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വേഗം ഉണങ്ങിപ്പോകുമോ എന്നുള്ളത്. എന്നുവെച്ചാൽ ഇലയാകുമ്പോഴത്തേക്കിനുള്ള കരിയില പോലെ അങ്ങ് ഉണങ്ങിപ്പോകുമല്ലോ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഒരു കെമിക്കൽ ഇടുന്നത് കാരണം അങ്ങനെ ഉണങ്ങിപ്പോകത്തില്ല.
പിന്നെ ഇതൊരു വളരെ സൂക്ഷ്മതയോടെ വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ചെയ്ത് അവസാന നിമിഷമൊക്കെ വരുമ്പോഴത്തേക്കിന് ഈ കണ്ണിൻ്റെയൊക്കെ ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അടർന്നു പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ഒരു കരിയില പോലുള്ള കളറാകുന്നില്ല, ഈ ലൈറ്റ് ഗ്രീൻ എന്തായാലും ഉണ്ടാകും. പിന്നെ ആ കെമിക്കൽ ഇടുന്നത് കാരണം ഈ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ അങ്ങ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കിന് ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചുളുക്കമൊക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ ഇപ്പം നിരന്തരം ചെയ്ത് പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ടും നിരന്തരം അവരുടെ സഹകരണങ്ങളും ഉണ്ടാകാറുണ്ട്. പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞു തരും. പിന്നെ പൊതുവായിട്ട് എല്ലാവരും ഈ ലീഫ് ആർട്ട് ചെയ്യുന്നത് സിനിമാ താരങ്ങളെയും അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെയൊക്കെയാണ് ചെയ്യുന്നത്. ഈ കേരള മന്ത്രിസഭയിലെ ആൾക്കാരെ ചെയ്തതോടുകൂടി എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി, ആരെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ചെയ്ത് അതെന്നൊരു നല്ല ഫിഗറായിട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ ബഹ്റിനിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഓർഡറുകൾ തരുന്നുണ്ട്. ഇതിപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ്, വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിപ്പോൾ എല്ലാ ദിവസങ്ങളിലും എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല, അത്രയ്ക്ക് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അതിപ്പോൾ ചെറിയ ഒരു മിതമായ ഒരു പൈസയാണ് വാങ്ങുന്നത്. അപ്പോൾ ആ പൈസ വാങ്ങുന്നതും നമ്മുടെ നാട്ടിലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ പ്രാവശ്യം 5 കുട്ടികൾക്ക് വിദ്യാഭ്യാസ പഠന സൗകര്യമായി കൊടുക്കുകയുണ്ടായി. ലീഫ് ആർട്ട് തുടങ്ങുന്നത് ലാലേട്ടനിലായിരുന്നു. പക്ഷേ ഈ ലാലേട്ടൻ്റെ വിവിധ കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമാ താരമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം പിന്നെ കുറച്ച് ഓർഡർ വർക്കുകളും ഒക്കെ വന്നത് കാരണം പിന്നെ എനിക്കങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങളെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം മാക്സിമം ഞാൻ സമയം കണ്ടെത്തി സെലിബ്രിറ്റീസിനെ ഒരുപാട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മമ്മൂട്ടിയെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. മമ്മൂട്ടിയെന്നല്ല, ഏകദേശം എല്ലാ സെലിബ്രിറ്റീസിനെയും ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. പിന്നീട് ഒരു വെറൈറ്റിക്ക് നോക്കുന്നതാണ് ഒരു ബോട്ടിൽ ആർട്ട്. അതൊരു സ്റ്റെൻസിൽ ടൈപ്പ് ഫോട്ടോസാണ് ചെയ്യുന്നത്. അത് എൻ്റെ വൈഫിനെ തന്നെയാണ് ആദ്യമായിട്ട് വരച്ച് നോക്കിയത്. പിന്നെ എൻ്റെ മകനെ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം അന്തരിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജനപ്രിയ ഗായകനായിരുന്നു ബാനർജി, PS ബാനർജി. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ, ആ ഒരു മുഖം എനിക്കെന്നും ഒരു കാണാപ്പാടം തന്നെയായിരുന്നു. അങ്ങനെയാണ് അതും ബോട്ടിലിൽ ചെയ്തിരിക്കുന്നത്. ബോട്ടിൽ ആർട്ട് ഫസ്റ്റ് തുടങ്ങുന്നതാണ് മണിച്ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു വലിയ മനുഷ്യ സ്നേഹി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് ഞാനൊരു ബോട്ടിലിൻ്റെ പുറത്ത് ആദ്യം ഒരു മണിച്ചേട്ടൻ്റെ ഒരു ഫിഗർ വരച്ച് അത് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായിട്ട് അത് മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ മണിച്ചേട്ടൻ എൻ്റെ മനസ്സിലെന്നും ഓർമ്മ നിൽക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. ആ ഒരു ഇതിലാണ് ഒരു മണിക്കൂടാരം പോലെയാണ് ഇപ്പോൾ അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ബോട്ടിൽ ആർട്ടാണെന്നുണ്ടെങ്കിലും അതൊരു പ്രത്യേക ഒരു രീതിയിൽ ഒരു മണിക്കൂടാരം അല്ലെങ്കിൽ ഒരു സ്മാരകം എന്ന ഒരു മോഡലിലാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്തെങ്കിലും പുതുമ വേണം എന്നുള്ള ഒരു തോന്നലിലാണ് ബഹ്റിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ബഹ്റിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് ആണ് തരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു വേതനത്തിലാണ് നമുക്ക് ഒരുപാട് ഫെസിലിറ്റിയുള്ള യാത്രാ സൗകര്യം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ബഹ്റിൻ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഇത് ചെയ്യുന്നതിന് വേണ്ടി എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മിനിയേച്ചർ ഗ്രൂപ്പ് എന്നുള്ള ഒരു മിനിയേച്ചർ ഗ്രൂപ്പുണ്ട്. 150 അംഗങ്ങളുള്ളതാണ്. അവരിത് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിലെ മെമ്പറും കൂടിയാണ് ഇപ്പോൾ ഞാൻ. പിന്നെ ഇത് ഞാൻ ചെയ്ത് ബഹ്റിൻ മലയാളീസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ഒരുപാട് ആൾക്കാർ ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഷെയർ ചെയ്യുകയും അങ്ങനെ ഇത് ബഹ്റിൻ ട്രാൻസ്പോർട്ട് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും അവരിത് വിളിക്കുകയും അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നെ പ്രത്യേകിച്ച് അവരുടെ മാനേജിംഗ് ഡയറക്ടറൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്സുകളും നോക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ ബസ്സും നോക്കിയിട്ട് ഇതെല്ലാം സെയിം ആണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അത് ഒരു വലിയ സന്തോഷം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം.
പിന്നെ ഇത് ചെയ്തിരിക്കുന്ന ഫോറക്സ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അഡ്വർടൈസുമായിട്ട് ബന്ധപ്പെട്ട ഷീറ്റാണ് ഫോറക്സ് ഷീറ്റ്. അത് കട്ട് ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ബസ്സിന് ശേഷം പിന്നീട് ചെയ്യുന്നതാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ്. ഇതിപ്പോൾ എയർ ഇന്ത്യ ചെയ്തതിന് ശേഷം നമ്മുടെ മനാമയിൽ എയർ ഇന്ത്യ ഓഫീസിൽ ഇതുകൊണ്ട് കാണിക്കുകയും അവർ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഫ്ലൈറ്റിന്റെ രൂപഭാഗങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ആദ്യമായി ചെയ്തതാണ് ബെഹറിൻ്റെ ഈ പന ചെയ്യുന്നത്. അത് കഴിഞ്ഞ നാഷണൽ ഡേക്ക് ചെയ്തതാണ്. അത് നമ്മുടെ പന ഇവിടുത്തെ ബെഹറിൻ്റെ ഒരു മെയിൻ ഒരു വൃക്ഷമാണല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടം കണക്കിലാക്കിയാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് മിറിൻഡ ബോട്ടിൽസ് കത്രിക വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇത് ചെയ്ത്. നല്ല പ്രോത്സാഹനം കിട്ടിയത് കാരണം അങ്ങനെ പിന്നെ ആ സമയത്ത് ആഴ്ചയിൽ ഓരോന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത്. ചേമ്പ് ഇതും ഇത് തന്നെയാണ്, മെറിൻഡ ബോട്ടിൽസ് തന്നെയാണ്. എന്നിട്ട് കളർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതും നമ്മുടെ ഈ റോഡിലൊക്കെ കാണുന്ന ഒരു പനയാണ്. പിന്നെ ഇത് ഫ്ലവർ. ഇത് ഫ്ലവർ ചെയ്തിരിക്കുന്ന ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഇത്. പിന്നെ താഴത്തെ ഇലകളൊക്കെ ചെയ്തിരിക്കുന്നത് മെറിൻഡ ബോട്ടിൽസ് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ കമുങ്ങാണ്, നമ്മുടെ നാട്ടിലെ കമുങ്ങാണ്. പിന്നെ അതിൻ്റെ ആ പാക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ബെഡ്സ് എന്നിട്ട് അത് കളർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സൂര്യകാന്തി ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചായ കുടിക്കുന്ന പ്ലാസ്റ്റിക് ഗ്ലാസ്. അപ്പം ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് പിന്നെ ബെഡ്സ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ഐറ്റമാണ്. അത് സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതൊരു വേൾഡ് കപ്പ് ട്രോഫി പോലെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറുതും അതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഇതിലൊരു ഫ്ലവർ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ ബോക്സായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് CD സ്റ്റാൻഡാണ്. CD വെച്ചിട്ട് മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പം കിടന്നുകൊണ്ടൊക്കെ ഫോണൊക്കെ വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവൊന്നും ഇല്ലാതെ ഗ്ലൂ ഗൺ വെച്ചിട്ട് CD വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത ഒരു സംഭവമാണിത്. പിന്നെ അതേപോലെ ഇത് നൂൽക്കമ്പി വെച്ചുണ്ടാക്കിയ ചെടിയാണ്. നൂൽക്കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഒരു ട്രീ ആക്കിയിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുന്ന ബോട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ബ്രഷ് പേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിപ്പം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആ ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറയുമായിരുന്നു, അവർക്കൂടെ ഉണ്ടാക്കിത്താന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേക്കൊക്കെ കുട്ടികളുടെയൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇതേപോലെ വിവിധ ഫോട്ടോകൾ എല്ലാ സൈഡിലും ഇതേപോലെ വെക്കാമല്ലോ. അപ്പോൾ അവർക്ക് വന്നുണ്ടെങ്കിൽ ഇതൊരു പുതുമയായിരിക്കും. എല്ലാ സൈഡിലും വിവിധ ഫോട്ടോകളായിരിക്കും ഇതേപോലെ. പിന്നെ ഇതേപോലെയുള്ള ലെറ്റർ കട്ടിംഗ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് നമ്മളിവിടെ ബലൂൺ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ബലൂൺ ആർച്ച്, ബർത്ത്ഡേ ഡെക്കറേഷൻ, പിന്നെ ഇതുപോലെ കല്യാണ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ കല്യാണ മാല, കല്യാണ ബൊക്ക, പിന്നെ ഇതേപോലെയുള്ള സ്റ്റേജ് ഡെക്കറേഷൻ. അപ്പോൾ ലെറ്ററിങ് ഒക്കെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു രതിൻ എന്നുള്ള സുഹൃത്തുണ്ട്, ഞങ്ങൾ രണ്ടുപേരോടെയാണ് അത് ചെയ്യുന്നത്. അതിപ്പം ബർത്ത്ഡേ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതേപോലെ ആർക്കെങ്കിലും ബലൂൺ ഡെക്കറേഷനോ ബർത്ത്ഡേ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ ബലൂൺ ആർച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ ലീഫ് ആർട്ടിൻ്റെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ബന്ധപ്പെടാം. ഞാൻ ഫസ്റ്റായിട്ട് ബഹ്റൈനിൽ വരുന്നത് 5 വർഷത്തേക്ക് നിന്ന് നാട്ടിൽ പോകണം എന്ന രീതിയിലാണ് വരുന്നത്. ബഹ്റൈനിൽ വന്ന് നമ്മുടെ ജീവിത പ്രാരാബ്ദം അങ്ങനെ നമ്മൾ നിന്ന് പിന്നീട് നമുക്കിപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന് നമ്മളിത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ബഹ്റൈൻ മലയാളീസ് ഒരുപാട് സപ്പോർട്ടും പിന്തുണയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഫോണിൽ വിളിച്ച് പ്രത്യേകം അഭിനന്ദനം അറിയിക്കാറുണ്ട്. പിന്നെ ഇവർ ചില സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതെനിക്കൊരു വലിയൊരു കരുത്ത് തന്നെയാണ് തരുന്നത്. പിന്നീട് നമ്മുടെ ബഹ്റൈനിലുള്ള ഈ മാധ്യമങ്ങൾ മൊത്തം ഏകദേശം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും എൻ്റെ ഈ ന്യൂസുകൾ കവർ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അടുത്ത GDN ഒക്കെ കവർ ചെയ്തതോടുകൂടി കുറേ അറബികളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവരും ഓർഡറുകൾ തരികയുണ്ടായി. പിന്നെ ഇതേപോലെ എനിക്കിപ്പം എൻ്റെ കുടുംബം നാട്ടിലാണുള്ളത്. അച്ഛൻ, അമ്മ, ഭാര്യ,
ഭാര്യ രാഹി അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിൽ ജോലി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മകനാണുള്ളത്, ഇപ്പോൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ്. അപ്പോൾ ആദിദേവും എന്നെപ്പോലെ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഫോണിലെടുത്തിട്ട് വൈഫിനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എന്നോട് പറയും, അച്ചാച്ചി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വീഡിയോ കോൾ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ രീതിയിലായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാല വർക്ക്ഷോപ്പ് എന്നാണ് പേര്. സൽമാബാദിലാണ്. നമ്മൾ മെയിനായിട്ട് കാർ AC ആണ് വർക്ക് ചെയ്യുന്നത്. കാർ AC, പുതിയ AC റിപ്പയറിങ്, പിന്നെ പഴയതും റിപ്പയറിംഗ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഏത് തരം വണ്ടികൾ AC ബന്ധമായി എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ബോസ്, നമ്മുടെ ഫോർമാൻ, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ, ഇവരെല്ലാം എനിക്ക് നല്ല പരിപൂർണ പിന്തുണയാണ് നൽകുന്നത്. അവരിത്രയും പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നത് കൊണ്ടാണ് ഇതേപോലെയുള്ള വിവിധ ഐഡിയാസ് ഉപയോഗിച്ച് പലതരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ പുറമെ ഈ സജീഷ് പന്തളത്തിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾ ബർത്ത്ഡേക്ക് വിഷസോ കാര്യങ്ങളോ അയക്കണമെങ്കിൽ, പിന്നെ ലീഫ് ആർട്ടിൽ നമ്മളൊരു ചെയ്യണമെങ്കിൽ, ഫോട്ടോ ചെയ്യണമെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇദ്ദേഹവുമായി ബന്ധപ്പെടാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.